Hello all, welcome to our class today. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്കണോമിക്സിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാതെ ഇരിക്കാറില്ല. സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഫ്ലേഷനാണ്. സോ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻ ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ഇസ് കോൾഡ് ഇൻഫ്ലേഷൻ. സോ ജനറൽ പ്രൈസ് ലെവലിലിരുന്ന് ഇൻക്രീസ് ആകുക, അതായത് നമ്മുടെ എക്കോണമിയിൽ മണിയുടെ വാല്യൂ കുറയുകയും മണി സപ്ലൈ ഇൻക്രീസ് ആകുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് പെർസിസ്റ്റൻറ്റ് ആൻഡ് അപ്രീഷിയബിൾ റൈസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ. പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസിസ്റ്റൻ്റ് എന്ന് പറയുമ്പം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അപ്രീഷിയബിൾ റൈസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആകുന്ന ഒരു സിറ്റുവേഷൻ, എക്കണോമിയിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഡിക്രീസ് ഇൻ ദി പർച്ചേസിങ് പവർ ഓഫ് കറൻസി ഇസ് കോൾഡ് ഇൻഫ്ലേഷൻ. മണിയുടെ പർച്ചേസിങ് പവർ, അതായത് മണിയുടെ വാല്യൂ ഡിക്രീസ് ആകുമ്പോഴത്തേക്കും ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആവും. സോ ഇൻക്രീസ് ഇൻ ലിക്വിഡിറ്റി ഇസ് ഓൾസോ കോൾഡ് എസ് ഇൻഫ്ലേഷൻ. അതായത് മണിയുടെ സപ്ലൈ എക്കണോമിയിൽ കൂടുമ്പോൾ ആണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലേഷൻ ഇസ് ഓൾസോ കോൾഡ് എസ് as simple as what we can say is when the money value is decreasing and the supply of money is increasing, the inflation is occurred. സോ ഇൻഫ്ലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 പോയിൻറ്റ്സ് ആണ്. സോ വാട്ട് ഈസ് ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് സപ്ലൈ കൺസ്ട്രെയിൻസ്. സെക്കൻഡ് ഇസ് ഡിമാൻഡ് ആക്സിലറേറ്റേഴ്സ് ആൻഡ് തേർഡ് ഇസ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഇത് മൂന്നും ഇൻഫ്ലേഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ടോപ്പിക്സ് ആണ്. സോ ഈ 3 ടോപ്പിക്സിൽ ഫസ്റ്റ് ഡിമാൻഡ് ആക്സിലറേറ്റേഴ്സ് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ കാണാം. ഡിമാൻഡ് ആക്സിലറേറ്റർ ഇസ് it is an increase in the demand of goods. എന്താണ്? ഗൂഡ്സിൻ്റെ സപ്ലൈയുടെ ഡിമാൻഡ് നമ്മൾ കൂട്ടിയിട്ട് പ്രൈസ് ലെവലിനെ ഹൈ ചെയ്യുക. അപ്പം അങ്ങനെ ഡിമാൻഡിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പേർപ്പസ്ഫുള്ളി വെൻ വി ആർ ആക്സിലറേറ്റിംഗ് ദ ഡിമാൻഡ് is called as demand accelerator. So then the inflation will reach its high. So when there is excess demand, companies can either decrease demand by raising the prices or increase investment to meet the level of demand. So നമുക്ക് ഡിമാൻഡ് ഹൈ ആകുമ്പോൾ നമുക്ക് സപ്ലൈ കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സോ വെൻ ദ സപ്ലൈ ഇസ് നോട്ട് അപ് ടു ദ ലെവൽ ഓഫ് ഡിമാൻഡ്, the manufacturers increase their prices. The price increase ചെയ്യും. Price increase ചെയ്യുമ്പോൾ automatically the demand will decrease and it will be equal to the supply. So the companies എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പ്രൈസ് റൈസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു മീറ്റ് ദ ലെവൽ ഓഫ് ഡിമാൻഡ്. ദേ വിൽ ഇൻക്രീസ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്, ദേ വിൽ പുട്ട് മണി ഫ്ലോ. സോ ദ ഇൻഫ്ലേഷൻ വിൽ ബി ഹയർ. സോ പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഡിമാൻഡ് ആക്സിലറേറ്ററിൽ പോപ്പുലേഷൻ ഗ്രോത്ത്. സോ ഇഫ് വി സീ ഇൻ ആൻ എക്കോണമി പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു സർട്ടൻ ലെവലിൽ ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും ദ ഡിമാൻഡ് ഓൾസോ നാച്ചുറലി ഇൻക്രീസസ്. സോ ആ സമയത്ത് നമുക്ക് സപ്ലൈനെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഡിമാൻഡ് വരുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ദ ഇൻഫ്ലേഷൻ വിൽ ഗോ ഹൈ. സോ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ദർ ആർ 100 പീപ്പിൾ. ഫോർ എക്സാമ്പിൾ, ദർ ആർ 100 പീപ്പിൾ. ആ 100 പീപ്പിളിന് ദർ ആർ 100 പ്രോഡക്ട്സ്. So നമുക്കൊരു പ്രശ്നമില്ല, they are okay with that. But in the case when there are 150 people and there are only 100 products, the price will be go high. But ഇനിയും സിറ്റുവേഷനിൽ പോപ്പുലേഷൻ ഇനിയും ഗ്രോത്ത് ആയി there are 200 people but there are only 100 products. So what in that situation എന്ത് സംഭവിക്കും? The price will extremely go high. So ആ സിറ്റുവേഷനിലാണ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് when it gradually grows high, the price demand also will grows high. അതാണ് പോപ്പുലേഷൻ ഗ്രോത്ത്. സോ ദ റൈസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. സോ ഇൻകം ഇൻക്രീസ് ആകുമ്പോഴും എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ആകുമ്പോഴും എങ്ങനെയാണ് ഇൻഫ്ലേഷൻ കൂടുന്നത്? സോ ഇതേ സെയിം ഒരു കോൺസെപ്റ്റാണ്. സോ എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ആകുമ്പോൾ പീപ്പിൾ വിൽ ഗെറ്റ് മോർ ഇൻകം. സോ മോർ ഇൻകം കിട്ടുമ്പോഴത്തേക്കും വാട്ട് വിൽ ഡു? We'll go and buy more products. So when I'm not
ബൈയിങ് സർട്ടൺ പ്രോഡക്ട്സ്, ബട്ട് പെട്ടെന്ന് എനിക്ക് ഇൻകം കൂടി, എംപ്ലോയ്മെൻറ്റ് കൂടി, എൻ്റെ ഡിമാൻഡും കൂടുവാണ്. അപ്പം ഞാൻ വെൻ ഐ എം ഗോണ ബൈ ദ ന്യൂ പ്രോഡക്ട്സ്, അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് ഹൈക്ക് സംഭവിക്കും. പീപ്പിളുടെ കയ്യിൽ മണി ഫ്ലോ കൂടുമ്പോൾ, എംപ്ലോയ്മെൻറ്റ് കിട്ടി, ഇൻകം കിട്ടുമ്പം മണി ഫ്ലോ വിൽ ഇൻക്രീസ് ഇൻ ദി ലേബറേഴ്സ് ഹാൻഡ്സ്. സോ നമുക്ക് പ്രൈസ് ഭയങ്കരമായിട്ട് ഹൈ ആകും ആൻഡ് ദ ഇൻഫ്ലേഷൻ വിൽ അക്കർ. ഇൻക്രീസിങ് ഇൻ ദി പേസ് ഓഫ് അർബണൈസേഷൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ കോമൺ ആയിട്ട് നോക്കുവാണെങ്കിൽ urbanization ആകുന്ന ഒരു സിറ്റുവേഷനിൽ people's needs also is increasing. When people's needs also increase, the money price will go high. If we see for example, ഒരു വില്ലേജിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു ACDയോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലായിരിക്കും ഇൻ കേസ്. ബട്ട് അതൊരു urbanization ആകുമ്പോഴത്തേക്കും എവ്രിബഡി ടെൻസ് ടു യൂസ് ഇറ്റ്. എവ്രിബഡി വാണ്ട്സ് AC. വെൻ എവ്രിബഡി ബൈസ് AC, അവിടെ എന്താ സംഭവിക്കുന്നത്? ACയുടെ പ്രൈസ് ഇൻക്രീസ് ആവും. സോ ACയുടെ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും ഇൻഫ്ലേഷൻ വിൽ അക്കർ. സോ അങ്ങനെ ദ ഇൻക്രീസിങ് ഇൻ പേസ് ഓഫ് അർബനൈസേഷൻ ആകുമ്പോഴത്തേക്കും പ്രൈസ് ഹൈ ആകും, ഡിമാൻഡ് കൂടും. ദെൻ ദ സപ്ലൈ ഇസ് ദ സെയിം ലെവൽ, സപ്ലൈ കുറയും. ആ സമയത്ത് ഇൻഫ്ലേഷൻ അക്കേഴ്സ്. സോ ദീസ് ആർ ദ 3 points ഡിമാൻഡ് ആക്സിലറേറ്റേഴ്സിൽ. So what it's doing, it is accelerating the demand and making the price level into higher. So population growth is one of the important point. The second is raise in employment or income. The third is increasing pace of urbanization. So the second important point is monetary and fiscal factors. What is monetary and fiscal factors? Monetary എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. It is talking something about government. So it is talking something about government. Yes, government or the RBI. So if the government is spending more money, the supply among the people will increase. So in which case, അത് എങ്ങനെയാണ് ഗവൺമെൻറ് മണി സപ്ലൈ കൂടുതൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പീപ്പിളുടെ കയ്യിൽ ഇത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആകുന്നത്? സോ ലെറ്റ് us take an example. If a government is building an infrastructure or they are planning for an infrastructure, ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? They are spending money for the infrastructure. ആ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് the government is paying more money. So what happens? The money is flowing to the laborers. So laborer are getting more money. So നമ്മൾ നേരത്തെ കണ്ട പോലെ ഡിമാൻഡ് ആക്സിലറേറ്റേഴ്സിൽ when the employment and income increase, the money level also increase and the demand increase. So when the demand increase, what happens? The price also will go at it high peak. So അതാണ് ഇവിടെ സംഭവിക്കുന്നത്. The money supply, ഗവൺമെൻറ്റിലിരുന്ന് മണി സപ്ലൈ കൂടുമ്പോൾ മണി വാല്യൂ ഡിക്രീസ് ആയി ഡിമാൻഡ് ഹൈയിലെത്തും. സോ ആ സമയത്ത് നമ്മുടെ പ്രൈസ് ലെവൽ ഓൾസോ വിൽ ഗെറ്റ് ഇൻക്രീസ്. സോ ദിസ് ഇസ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. വാട്ട് ഇസ് ഡെഫിസിറ്റ് ഫിനാൻസിങ്? വെൻ ഇൻകം ഇസ് ലെസ് ദൻ എക്സ്പെൻഡിച്ചർ. വെൻ ഇൻകം ഇസ് ലെസ് ദൻ എക്സ്പെൻഡിച്ചർ, വാട്ട് ഇസ് ദാറ്റ്? നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചർ, അതായത് ഒരു മാസം നമ്മൾ ചെലവ് ചെയ്യുന്ന ഒരു ചെലവിനെക്കാട്ടിലും ഇൻകം വളരെ കുറവാണെങ്കിൽ വാട്ട് വിൽ ഡു? വി വിൽ ഡെഫിസിറ്റ് ഇറ്റ്. വാട്ട് ഇസ് ഇറ്റ് ഡെഫിസിറ്റ്? നമ്മൾ ഫിസ്ക്കൽ പോളിസിയിൽ നമ്മൾ പഠിച്ചു കാണും വാട്ട് ഇസ് ഡെഫിസിറ്റ് എന്ന്. വെൻ ദി amount is borrowed, the money supply is increased, thus the demand for the products will increase. So here we see for month we need 100 rupees. നമുക്ക് ഒരു മാസം 100 rupees ആണ് ആവശ്യം. ബട്ട് our income is just 80 rupees. സോ ഈ സിറ്റുവേഷനിൽ വി നീഡ് സ്റ്റിൽ 20 more rupees. 20 രൂപയും കൂടി നമുക്ക് ഇനി എക്സ്ട്രാ വേണം. സോ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 20 രൂപയും കൂടി ബോറോ ചെയ്യും. 20 രൂപയും കൂടി ബോറോ ചെയ്യുമ്പോഴത്തേക്കും ആ 100 rupees വെച്ച്, അപ്പം ഈ 20 രൂപ വരുമ്പം വാട്ട് ഇസ് ഹാപ്പനിങ്? മണി സപ്ലൈ ഇസ് ഗെറ്റിംഗ് ഇൻക്രീസ്. സോ മണി സപ്ലൈ ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും. ഈ 20 rupeesനും കൂടി നമ്മൾ സാധനങ്ങൾ മേടിക്കും. വി ഓപ്റ്റ് ടു ബൈ മോർ പ്രോഡക്ട്സ്. സോ ആ സമയത്ത് ഡിമാൻഡ് കൂടുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? നാച്ചുറലി ദ ഇൻഫ്ലേഷൻ വിൽ അക്കർ. So the third very important point is supply constraints. What is supply constraints? Supply constraints simple ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ limitation of the ability of a market to deliver new stock. ന്യൂ സ്റ്റോക്കിനെ ഡെലിവർ ചെയ്യാൻ the limitation of the supplier.
limitation of the supplier, in the case what we'll do is like hoarding of essential goods. What is hoarding? Hoarding is something very important in the case of inflation. നമ്മൾ കേട്ടിട്ടുണ്ട് ഓണിയൻ ഇൻഫ്ലേഷൻ അക്കേഴ്സ് ആൻഡ് ഓണിയൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓണിയൻ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. ഇൻ ദറ്റ് കേസ് വാട്ട്സ് ഹാപ്പനിങ്? ഇൻ ദിസ് കേസ് what they'll do is they'll store in a hoard, ഒരു maybe like ഗുഡൗൺസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തോ they'll store the onions or some kind of products which is in more demand കൂടുതലുള്ള ഐറ്റംസിനെ they'll store it back. അതായത് സപ്ലൈ കൺസ്ട്രെയിൻ ചെയ്ത് വെക്കും. സപ്ലൈ കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് ആ കൺസ്ട്രെയിൻ ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഹൈ പീക്കിൽ എത്തുമ്പോൾ they'll release the product. So at that time what happens? The price level will increase. So the price of the onion will also increase. So ആ ഒരു കൺസ്ട്രെയിൻ ചെയ്ത് വിടുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സപ്ലൈ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ സപ്ലൈ കൺസ്ട്രെയിൻ ചെയ്ത് വെക്കുമ്പോൾ the price level will increase in the economy. സോ ദ സിംപിളി നമ്മൾ പറയുമ്പം ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ കൂട്ടുക. ഡിമാൻഡിനെ പേർപ്പസ്ഫുള്ളി വി ആർ മേക്കിംഗ് ദ ഡിമാൻഡ് ടു റൈസ്. ദെൻ ആ റൈസ് ചെയ്ത ഡിമാൻഡിനെ നമ്മൾ പ്രൈസ് റൈസ് ചെയ്യും. ദെൻ വിൽ സ്ലോലി റിലീസ് ദി സപ്ലൈ. സോ ഇൻഅഡിക്വേറ്റ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഇൻഅഡിക്വേറ്റ് ഗ്രോത്ത് ഉള്ളത് കൊണ്ടും നമുക്ക് സപ്ലൈ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അതെങ്ങനെയാണ്? സോ when the supply is just industrial സെക്ടറിലിരുന്ന് നമുക്ക് കിട്ടുന്ന സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് മേ ബി 100 or 200 പ്രോഡക്ട്സ്. 100 or 200 പ്രോഡക്ട്സിൽ 500 പ്രോഡക്റ്റ് ആണ് ഡിമാൻഡ് എങ്കിൽ the industrial sector cannot produce the 500 products. 500 demands അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. In that case the inadequate growth of industrial sector cause supply constraints and the price level will increase for that particular product and it causes inflation. So restriction on imports also plays an role in inflation. So imports നമ്മൾ കുറേ ഗൂഡ്സ് നമ്മൾ വെളിയിലിരുന്ന്, അതായത് പുറത്തുള്ള രാജ്യങ്ങളിലിരുന്നാണ് നമ്മൾ മേടിക്കുന്നത്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ when there is a trouble in importing such products, so at that time what happens? When the supply goes down, the demand increase and the price level will go to its peak. So these are the 3 points. ഏതൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്? ഇൻഫ്ലേഷൻ്റെ 3 important points. First one is demand accelerator. In demand accelerator we see that demands of the goods in the demand increase ആവും. Then because of that the price is reaching its peak. So when there excess demand ഉണ്ടാകുമ്പോൾ what the company will do? Excess demand ഉണ്ടാകുമ്പോൾ they'll increase their price or they'll put money, they'll invest into the products. So ഒരു level of demandനെ meet ചെയ്യാൻ they'll invest into the products. So the first important point നമ്മൾ പറഞ്ഞത് population growth പറഞ്ഞു, raise in employment or income പറഞ്ഞു, then increasing pace of urbanization. So these are the important factors in demand accelerators. Then how the demand is accelerated and how it has been reason for the high inflation. So നമ്മൾ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ ഫാക്ടേഴ്സ്. വാട്ട് ഇസ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ ഫാക്ടേഴ്സ്? മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഓർ RBI, വെൻ ദി മണി ഫ്ലോ ഫ്രം ദി ഗവൺമെൻറ് ഫ്ലോസ് ടു ദി ലേബറേഴ്സ്, അതായത് ഗവൺമെൻറ്റിലിരുന്ന് മണി ഫ്ലോ അധികമായിട്ട് കൂടുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? പീപ്പിളിൻ്റെ കയ്യിൽ കുറേ ഇൻകം ഉണ്ടാവും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻകം ദ ഡിമാൻഡ് ഇൻക്രീസ് and the supply is in the same level, so the price level will go to the high peak. So adana nammal kandadu. And nammal deficit financing also plays a major role, because when the income is less than expenditure, nammada expenditure ne kaattlum income valare koravagumbol nammal what will do? We'll borrow the money. So nammal borrow cheyumbo അവിടെ എന്താ സംഭവിക്കുന്നത്? മണി ഫ്ലോ ആണ് നമ്മുടെ കയ്യിൽ കൂടുന്നത്. സോ വെൻ മണി ഫ്ലോ ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻസ്? the demand for our products will also increase and the price hike will
happen. So supply constraints ഇപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ടൈംസിലൊക്കെ at many times it happens, we'll hold the പ്രോഡക്റ്റിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ് നമ്മൾ കൂട്ടും. അത് കഴിഞ്ഞിട്ട് ആ ഡിമാൻഡ് കൂടുമ്പോൾ ദ പ്രൈസ് ഓൾസോ വിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ്. ആ പ്രൈസ് റൈസ് ആയ സമയത്ത് നമ്മൾ ഈ ഹോൾഡ് ചെയ്ത പ്രോഡക്ട്സിനെ നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ആ സമയം ഇൻഫ്ലേഷൻ ആവുമ്പോൾ സമയത്തെയാണ് നമ്മൾ പറയുന്നത് സപ്ലൈ കൺസ്ട്രെയിൻസ്. സോ ഇന്ന സിറ്റുവേഷനിലാണ് സപ്ലൈ കൺസ്ട്രെയിൻസ് ഉണ്ടാകുന്നത് ആൻഡ് ദ ഇൻഫ്ലേഷൻ ഗോസ് ടു ഇറ്റ്സ് പീക്ക്. So these are the causes of inflation which have been not discussed earlier. So excess demand ullapam endavum the price level will increase and the inflation cause. Monetary policy nammal nokki, then fiscal policy, then natural disaster ulla samayathu endavum natural disaster endengilum avumbathekkum. So basically the government will hold some wholesome supply, maybe the vegetables or any other pulses or any kind of foods or any kind of products, they'll hold it, they'll not release the entire amount because it is needed for the future also. So future num namukku avashyamullathu they'll hold it for some time and അത് കഴിഞ്ഞിട്ടേ നമ്മളത് റിലീസ് ചെയ്യത്തുള്ളൂ. അതായത് സപ്ലൈ കൺസ്ട്രെയിൻ ചെയ്തിട്ട് മാത്രമേ സർട്ടൻ പ്രോഡക്ട്സിനെ നമ്മൾ റിലീസ് ചെയ്യത്തുള്ളൂ. സോ അറ്റ് ദാറ്റ് ടൈം ഇൻഫ്ലേഷൻ പ്രൈസസ് ഫോർ ദ പ്രോഡക്ട്സ് വിൽ ഗോ ഹൈ. ഇൻ അനദർ സിറ്റുവേഷൻ മേ ബി എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ച സമയത്ത് what happens, natural ആയിട്ട് എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചാൽ ദ റീപ്പിങ്സ് ഇസ് നോട്ട് പ്രോപ്പർ ഓർ ഭയങ്കരമായിട്ട് മഴ വന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം കിട്ടിയില്ല, അങ്ങനത്തെ കുറേ നാച്ചുറൽ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ദ റീപ്പിംഗ് വോണ്ട് ബി ഇൻ പ്രോപ്പർ. സോ അറ്റ് ദ ടൈം ദ സപ്ലൈ ഈസ് വെരി വെരി ലെസ്. സോ സപ്ലൈ ഇല്ലാതപ്പം എന്ത് സംഭവിക്കും? ദ പ്രൈസ് ലെവൽ വിൽ ഗോ ഹൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പ്രോഡക്റ്റ്. സോ അറ്റ് ദ ടൈം ഓഫ് വാർ ദ സെയിം തിങ്. സോ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിങ് പറഞ്ഞതുപോലെ ഹോർഡ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് സപ്ലൈ ഇല്ലാതെയാവും. വെൻ ദ സപ്ലൈ ഈസ് ബീൻ കൺസ്ട്രെയിൻഡ് ദ ഡിമാൻഡ് വിൽ ഇൻക്രീസ്. So the types of inflation based on demand and supply. So demand and supply ne base ചെയ്ത് ഇൻഫ്ലേഷനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഇറ്റ് ഈസ് എ വൺ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ വിച്ച് ഇസ് കോൾഡ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. വാട്ട് ഇസ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ? Aggregate demand for the goods exceeds the supply. When the goods exceeds the supply, അതായത് when the demand is greater than supply, സപ്ലൈനെ കാട്ടിലും ഡിമാൻഡ് വളരെ കൂടുതൽ എക്കണോമിയിൽ വളരെ കൂടുതൽ ആണെങ്കിൽ it is basically because of demand pull inflation. What is demand pull inflation? It arises generally when there is full employment. When there are 100 people and 100 people all fully have their employment. ആ 100 പീപ്പിളിന് ആവശ്യമുള്ള എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ് ആൻഡ് ദേ ആർ ഏർണിംഗ്, അവർക്ക് ഭയങ്കരമായിട്ട് ഇൻകം ഉണ്ട്. സോ അറ്റ് ദറ്റ് ടൈം വാട്ട് ഹാപ്പൻസ്? ദ ഡിമാൻഡ് വിൽ ഓൾസോ ഇൻക്രീസ്. ബട്ട് എല്ലാത്തിനും നമുക്ക് സപ്ലൈ ഇൻക്രീസ് ആവണം എന്നില്ല. വെൻ ദർ ഇസ് ജസ്റ്റ് 100 സപ്ലൈസ് ആൻഡ് full employment people is 200. So this 200 people is opting for this only 100 supply. ഈ 200 പേരും ഈ 100 സപ്ലൈനാണ് ഡിമാൻഡ് ഉള്ളത്. സോ ദ ഡിമാൻഡ് ഈസ് ഇൻക്രീസ് ഫോർ ദി 100 പീപ്പിൾസ്. വെൻ ദർ ഇസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, ഈ 100 products is not enough for this 200 people. So at that time the demand is increased. So public expenditure, the same thing. The excess of saving in an economy. Saving in an economy in the sense, എക്കോണമിയിൽ മണി കൂടുതലായിട്ട് ഫ്ലോ ആകുമ്പോൾ എന്ത് ചെയ്യും? they'll release the money. When the savings in an economy is much higher, they'll release the money slowly to the local people. So local people കയ്യിൽ മണി ഇൻക്രീസ് ആകുമ്പം എന്താവും? The demand will increase. They'll opt for more products. So in that situation, the price level will also get higher. Increase in the capacity to consume. When the capacity is increasing, the നമ്മൾ consume ചെയ്യാൻ നമ്മൾ കൂടുമ്പോഴത്തേക്കും when the consuming power of the people increases, the price will also increase according to that product. So that is demand pull inflation because it is pulling the demand. ഡിമാൻഡിനെ പുൾ ചെയ്ത് പ്രൈസ് ലെവലിനെ ഹൈ ചെയ്യുമ്പോഴാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഇറ്റ് ഹാപ്പൻസ്. So the second is cost push inflation.
What is cost push inflation? When the inflation is caused due to increase in the prices of an input product. So cost push inflation എന്താണ്? ഒരു ഒരു ഇൻപുട്ടിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലേഷനെയാണ് നമ്മൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഫോർ ദിസ് സിംപ്ലി ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇഫ് എ മാനുഫാക്ചറർ ഇസ് മാനുഫാക്ചറിങ് ഇൻ ഒരു റീറ്റെയിൽ ഷോപ്പ് എടുത്തിട്ടാണ് ഒരു മാനുഫാക്ചറർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഒരു 10 rupees ആയിരിക്കാം. പക്ഷേ ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ആ ഒരു റെൻറ്റ് എന്ന് പറയുന്നത് ആ ലാൻഡ് ഓണർ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ്? വാട്ട് ദ മാനുഫാക്ചറർ വിൽ ഡു? ആ ഒരു പൈസനെ കോമ്പൻസേറ്റ് ചെയ്യാൻ he'll increase the price of the product. Obviously he'll increase the price of the product. So when the increasing in the production is increasing in the land, labor and capital ന്റെ cost കൂടുമ്പോഴത്തേക്കും what happens? The price of the product will also increase at a certain level. So when the inflation is caused due to increase in the prices of the input of the product. So നമ്മൾ ഒരു another example പറയുവാണെങ്കിൽ, we can take a case of a pen. ഒരു പെൻ മാനുഫാക്ചർ ചെയ്യാൻ they need plastic, they need ink, they need refill. So ഇതിനെല്ലാത്തിലും ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഒരു പ്രോപ്പർ പെൻ എന്ന് പറയുന്നത്. സോ ഇൻ കേസ് ഒരു പെന്നിൻ്റെ മേ ബി പ്ലാസ്റ്റിക്കിൻ്റെ പൈസ കൂടി അല്ലെങ്കിൽ ഇങ്കിൻ്റെ പൈസ കൂടി, അതിൻ്റെ ഇൻപുട്സിൻ്റെ പ്രൈസസ് ഇൻക്രീസ് ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ദി ഫൈനൽ പ്രോഡക്ട്സ് പ്രൈസ് ഓൾസോ വിൽ get increased. So അതാണ് പറയുന്നത് ഇൻപുട്ട് ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസസ് ഇൻക്രീസ് ആകുമ്പോൾ what happens? The prices of the final product will also increase. It is pushing the cost. So the inflation is occurred, thus the high prices for the products. So this is called cost push inflation. So stagflation, another important point, another important title ഒരു ടോപ്പിക്കാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 words, സ്റ്റാഗ്നേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ. സ്റ്റാഗ്നേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ, ഈ 2 wordsൻ്റെ കോമ്പിനേഷനാണ് സ്റ്റാഗ്ഫ്ലേഷൻ. വാട്ട് ഇസ് സ്റ്റാഗ്ഫ്ലേഷൻ? സ്റ്റാഗ്നേഷൻ എന്ന് പറയുമ്പോൾ persistence of significant unemployment along with rapid rises in the prices. Persistence, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നിഫിക്കൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ്. വെൻ ദർ ഈസ് മോർ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദി എക്കോണമി, അൺഎംപ്ലോയ്മെൻറ്റും ആൻഡ് അറ്റ് ദ സെയിം ടൈം price, rapid rise in the price. The prices are rapidly increasing at a higher level. When the prices are rapidly increasing at the higher level, what happens? It will stagnate. The economy will stagnate. So this is called stagnation. What is stagnation? When the price is continuously reaching its high, that is rapidly the price is rising, and at the same time the economy is facing higher unemployment. It is not സാധാരണ ഒരു നോർമലി ഒരു അൺഎംപ്ലോയ്മെൻ്റ് അല്ല, ബട്ട് വെൻ മോർ പീപ്പിൾ ഡസൻറ്റ് ഹാവ് എനി അൺഎംപ്ലോയ്മെൻറ്റ്, ഒരു എംപ്ലോയ്മെൻറ്റ് ഇല്ല, വെൻ ദ എക്കോണമി ഈസ് ഫേസിങ് ഹയർ unemployment, at the same time the price is also reaching its peak, what happens? The economy will stagnate. So it is a condition where there is inflationary rise in the prices and wages. At the same time people are unable to find the jobs and firms are unable to find the customers for their products. When നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് കസ്റ്റമേഴ്സ് ഇല്ല എങ്കിൽ they can't run their business. So what they'll do? They'll increase their prices. But customers in the kail, they don't have job, so they don't have income. When they don't have income, what happens? There is less demand and the product is not, ആരും പ്രോഡക്റ്റ് മേടിക്കുന്നില്ല. So in that case what happened? The price will get automatically increased. So ഈ ഒരു സിറ്റുവേഷൻ 1991 1994 വരെ ഇന്ത്യൻ എക്കോണമി വാസ് സ്റ്റാഗ്നേറ്റിംഗ്. അറ്റ് ദറ്റ് time we were facing inflation because there was lot of unemployment in the Indian economy. ഒത്തിരി പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഇല്ലായിരുന്നു. So at that time when there is a higher unemployment in the economy, the price level also increases. The economy will stagnate. So this is called stagflation.
So what are the types of inflation based on its rates? So based on its rates, the inflation will increase. So what are the points? So first is creeping inflation. What is creeping inflation? Creeping inflation is slow on the predictable line. Creeping inflation will be slow on the predictable line. ഈ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇറ്റ് മേ ബി ലൈക്ക് ഇൻ എ സിംഗിൾ ഡിജിറ്റ്. യെസ്, ദിസ് ഇൻഫ്ലേഷൻ ടേക്സ് പ്ലേസ് ഇൻ എ ലോങ്ങർ പീരിയഡ്. ആസ് എ സർട്ടൻ ലോങ്ങർ പീരിയഡിൽ ഇൻഫ്ലേഷൻ കണ്ടിന്യൂ ചെയ്യുകയും ആൻഡ് ദ റേഞ്ച് ഓഫ് ഇൻക്രീസ് ഇസ് യൂഷ്വലി ഇൻ ദി സിംഗിൾ ഡിജിറ്റ്. സിംഗിൾ ഡിജിറ്റിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി വെരി സ്ലോ ഇൻ ദി ഇക്കോണമി ആൻഡ് വി ക്യാൻ predict it. We can predict it maybe this time and till that particular time the inflation will occur. So ഈ ടൈമിൽ ഇരുന്ന് ആ പർട്ടിക്കുലർ ടൈം വരെ ഇൻഫ്ലേഷൻ അക്കറാകത്തുള്ളൂ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്ലേഷനെയാണ് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. So the second type is galloping inflation. So galloping inflation means it's very high and usually it will be in the double digit or it may enter into the triple digit. Galloping inflation is kind of a higher inflation process. It is, the inflation is very high and usually it will be in double digit. So as creeping inflation we can predict it, but galloping inflation we can't predict and it will be in the double digit or triple digit inflation ആയിരിക്കും. The prices will be raising in a very high process. High process il double digit triple digit ആയിരിക്കും the price level will be raising. So that is called galloping inflation. The third point is hyperinflation. Hyperinflation endana? Apart from these two, it is a large and accelerating, like it keeps on increasing. It have an annual in million or trillion level. It is chasing the price. അതായത് നമ്മുടെ ഒരു GDP നെ കാട്ടിലും the price level is increasing. When the price level is increasing in a higher rate, it is accelerating in a very fast manner. So a fast manner price level increase aambo what happens? It is hyperinflation. Day by day the money value is decreasing, thus it will lead to the loss of confidence in the domestic currency value. So at the time of inflation nammal paranju the money value will get increased. So when the hyperinflation is occurred, what happens? Price value adayithu money value decrease ആവും. So day by day money value decrease ആവുമ്പോൾ it will lead to the confidence, loss of confidence. People will lose confidence in the domestic currency. Domestic currency people will lose the confidence and they'll move for any other currency. So at that time it is called hyperinflation. So what is bottleneck inflation or structural inflation? Bottleneck inflation is otherwise called as structural inflation. So the inflation takes place when supply falls down drastically and demand is remaining at the same level. So ഒരു എക്കണോമിയിൽ ഒരു സപ്ലൈ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് കുറയുകയും അതേ സെയിം ടൈം ദ പ്രൈസ് ലെവൽ അതേ സെയിം ലെവൽ ഡിമാൻഡും സെയിം ലെവലിൽ തന്നെ ഉള്ളപ്പം സപ്ലൈ ഭയങ്കരമായിട്ട് കുറഞ്ഞു, ബട്ട് ഡിമാൻഡ് ഈസ് റേസിങ് ആൻഡ് ഇറ്റ് ഈസ് കീപ്പിംഗ് ഇൻ ദ സെയിം ലെവൽ. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക് ഓർ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ദ സപ്ലൈ ഈസ് റെഡ്യൂസിങ് ഡ്രാസ്റ്റിക്കലി. Supply is reduced drastically because of any hazards or supply side accidents or mismanagement. ഒരു മിസ്മാനേജ്മെൻറ്റ് കാരണമോ അല്ലെങ്കിൽ ഒരു ഹസാർഡ് കാരണമോ അല്ലെങ്കിൽ സപ്ലൈ സൈഡ് ആക്സിഡൻസ്, മേ ബി വി സേ ദാറ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മോൺസൂൺ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഒന്നും നമുക്ക് അങ്ങനെ അവൈലബിൾ ആകാറില്ല. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഇറ്റ് ഈസ് സപ്ലൈ സൈഡ് ആക്സിഡൻറ്റ്. മോൺസൂൺ കാരണം ഈ ഒരു പ്രോപ്പർ ടൈമിൽ റീപ്പിംഗ് നടന്നില്ല. റീപ്പിംഗ് നടക്കാതപ്പം വി ആർ നോട്ട് getting the proper supply, but the demand is in the same level. 100 people want onion, 100 people maybe like 50 kg onion വേണമായിരിക്കും ഒരു മാസം. ആ 50 kg onion, because of the monsoon, the supply side cannot produce, the supplier cannot produce the 50 kg of onion. So ആ സമയത്ത് still that 100 people need that onion. So
when the supply falls down drastically, if 50 kg the supplier cannot supply and the demand is remaining at the same level, the demand is still the 100 people and the supply of 50 kg is not being supplied, so at that time it is called as bottleneck inflation. So onion namku kittade varuna samayathu we can say that maybe the monsoon effects ai anganekku varuna samayathu we can say that because of the bottleneck inflation the price of the onion is getting increased, it caused to inflation, so we can say that. So what are the effects of inflation? What are the effects of inflation in the case of debtors and creditors? Basically നമ്മൾ കാണുമ്പം creditors ആയിരിക്കും gainers and debtors ആയിരിക്കും losers when we in the case of borrowing money or goods. But in this case at the time of inflation the creditors, during the inflation the lenders suffer, അതായത് the creditors will suffer and the borrower benefit out of inflation because the money flow is more with the borrower. ഞാനാണ് പൈസ മേടിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ മണി വാല്യൂ, അതായത് മണി സപ്ലൈ കൂടുതലുണ്ടാവും ആൻഡ് ഐ ക്യാൻ ഗെറ്റ് മോർ പ്രോഡക്ട്സ്, മണി സപ്ലൈ is more in the borrower, so the borrower is the gainer and the creditor is the loser here in this situation. During inflation the debtor is benefited and the creditor who is at loss. So during inflation the creditors will be at loss and the debtors who is the debtor, the borrower is the benefited, is the gainer. In case of saving the fixed amount, so in case of saving the fixed amount we see maybe നമുക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം. സെയിം ടൈം എ മാൻ, രണ്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആ രണ്ട് ആൾക്കാർക്കും 7,000 rupees ആണ് they are getting when they are retired, and one man is giving that 7,000 in the fixed amount. Fixed amount ആ 7,000 rupees deposit ചെയ്യാണ്. So we see 7,000 rupees is deposited in a fixed amount, fixed rate deposit ചെയ്തു, and the another man is depositing in gold. So ഈ സിറ്റുവേഷനിൽ what happens, the amount after 10 years ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് മേ ബി ഹീൽ ഗെറ്റ് 6,000 or 7,000 rupees എക്സ്ട്രാ കിട്ടുമായിരിക്കും, ഇൻട്രസ്റ്റ് എല്ലാം കിട്ടി. പക്ഷേ ദ മാൻ ഹു ഇൻവെസ്റ്റഡ് ഇൻ ഗോൾഡ്, ആ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എത്ര കിട്ടും? ഹീൽ ഗെറ്റ് ഓൾമോസ്റ്റ് മേ ബി ഇത് 7,000 വെച്ച് ഒരു സെവറൻ ഓഫ് ഗോൾഡ് ആണ് മേടിക്കുന്നതെങ്കിൽ ഹീൽ ഗെറ്റ് ഓൾമോസ്റ്റ് ഫോർ ദിസ് 1 sovereign gold the 50,000 rupees or 40,000 rupees in the today's value. So the debtor is gained in this effects of inflation. So either few questions are few MCQ questions which is repeatedly asked in the continuous competitive exam, particularly SSC CGL continuous ആയിട്ട് ഇൻഫ്ലേഷനിൽ ഇരുന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ദീസ് ആർ ദ ഫ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് നമ്മളിപ്പം നോക്കിയ ഒരു ചാപ്റ്ററിൽ തന്നെയാണ്. വാട്ട് ഇസ് സ്റ്റാഗ്ഫ്ലേഷൻ? സ്റ്റാഗ്ഫ്ലേഷൻ ഇസ് എ പീരിയഡ് ഓഫ് ഹൗ persistent high inflation combined with high unemployment, persistent high inflation combined with low unemployment, persistent low inflation combined with high unemployment, persistent low inflation combined with low unemployment. So ഈ സിറ്റുവേഷനിൽ ഏതാണ് സ്റ്റാഗ്ഫ്ലേഷൻ? സ്റ്റാഗ്ഫ്ലേഷൻ എങ്ങനത്തെ ഒരു പീരീഡ് ആണ്? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് ആയിരിക്കും, ബട്ട് ദ പ്രൈസ് ലെവൽ വിൽ ഓൾസോ increase rapidly increasing at the same time. So അങ്ങനെ നോക്കുമ്പോൾ persistent high inflation combined with high unemployment, high employment ഉള്ള സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലേഷൻ നടക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. So what is inflation? Inflation എപ്പോഴാണ്? when the inflation is existed, so there is a general increase in the price over time, there are periodic decrease in the price level, there are continuous increase in the output level over time, there is rise in the purchasing value of money. So ഇതിൽ ഇൻഫ്ലേഷൻ എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്?
ഇൻഫ്ലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ദർ ഇസ് എ ജനറൽ ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ലെവൽ ഓവർ ടൈം. പ്രൈസസ് ഓവർ ടൈമിൽ ജനറലായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ദ പ്രൈസ് ലെവൽ ഇസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്. സോ ദ ഇൻഫ്ലേഷൻ എക്സിസ്റ്റ് വെൻ ദർ ഇസ് ജനറൽ increase in the prices over time. So if money supply growth is faster than real GDP growth, it results in real GDP growth ne kaatlum. If the money supply growth is, money is flowing at the higher rate in the economy. When the money is flowing at the higher rate than the GDP growth, it results in inflation. നമ്മൾ പഠിച്ചതുപോലെ മണി ലെവൽ എക്കണോമിയിൽ ഹൈ ആയിട്ട് കൂടുമ്പോൾ ദ ഡിമാൻഡ് ഇൻക്രീസ്, സോ ദി സപ്ലൈ ഈസ് അറ്റ് ദ സെയിം ലെവൽ, സോ ദി പ്രൈസസ് വിൽ ഗോ ഹൈ ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഇൻഫ്ലേഷൻ. What is the moderate degree of controlled inflation called as? What is the moderate degree of controlled inflation? It is called reflation. And in which situation wages and prices chase each other at a very quick എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? വെരി ക്വിക്ക് സ്പീഡിൽ വെൻ ദ അമൗണ്ട് ഈസ് ബീങ് ചേസ്ഡ്. ഈ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഡിസ്ഇൻഫ്ലേഷൻ അല്ല, റീഫ്ലേഷനും അല്ല, സ്റ്റേഗ്ഫ്ലേഷൻ എന്ന് പറയുമ്പം ഹൈ എംപ്ലോയ്മെൻ്റ് ആണ്. സോ വെൻ ദ വേജസ് ആൻഡ് പ്രൈസസ് ചേസ് ഈച്ച് അതർ ദ വെരി ക്വിക്ക് സ്പീഡ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഹൈപ്പർ ഇൻഫ്ലേഷൻ നടക്കുമ്പോഴത്തേക്കും ദി പ്രൈസ് ലെവൽ ഈസ് ഗോയിങ് ഇൻ ടു മില്യൺസ് ആൻഡ് ട്രില്യൻസിൽ ഇറ്റ് ഈസ് chasing at the very quick speed. So it in this situation is called as hyperinflation. So in a period when an economy is facing price rise and along with that there is slowing down of economic activities, in this case അത് എന്താണ്? economy is facing price rise. പ്രൈസ് റൈസും സംഭവിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അലോങ് വിത്ത് ദിസ് സ്ലോയിങ് ഡൗൺ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് സ്ലോയിങ് ഡൗൺ ആകുമ്പം എന്താണ് സംഭവിക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്? ഇറ്റ് ഈസ് ദ കോസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. വെൻ ദ പീപ്പിൾ ആർ ഫേസിങ് അൺഎംപ്ലോയ്മെൻറ്റ്, അപ്പം എക്കണോമിക് ആക്ടിവിറ്റീസ് ഇറ്റ് വിൽ സ്ലോ ഡൗൺ. സോ അറ്റ് ദാറ്റ് ടൈം price rise also the economy is facing. So what is the situation as we studied? It is stagflation. When the price level is increased, along with that the economical activities, അതായത് people are facing unemployment. So this case is called stagflation. So an increase of 1% per annum in the rate of growth of money supply will increase inflation in the long run by, സോ എത്ര പെർസെൻറ്റിലാണ് ഇൻഫ്ലേഷൻ ലോങ് റൺ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ 1% പെർ ആനം ഇൻ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് മണി ആണെങ്കിൽ മണിയും ഇൻഫ്ലേഷനും ഇറ്റ് വിൽ ഗോ ഓൾമോസ്റ്റ് ഇൻ ദി സെയിം ലെവൽ. സോ വെൻ ദി പെർ ആനം റേറ്റ് എന്ന് പറയുന്നത് 1% ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ദ ഇൻഫ്ലേഷൻ വിൽ ഓൾസോ ഗ്രോസ് ഇൻ ദി 1% ലെവൽ. So in 2015 the nominal rate of interest in the country was 6% and the inflation rate was then 1.5%. So the real rate of interest in 2015 was, so ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു real rate of interest is equal to nominal rate minus inflation. Nominal rate minus inflation. So ഇവിടെ നോക്കുവാണെങ്കിൽ 6% is the nominal rate. So 6 minus inflation is 1.5. So 6% 1.5 പോയാൽ എത്ര വരും? It is 4.5. So 4.5 is the real rate of interest in 2015. So stagflation is defined as, how stagflation is defined? ഇതിൽ ഏതാണ് stagflation? Low inflation, low growth, low unemployment. So this is not stagflation. അവിടെ low inflation അല്ല, there is high inflation in the time of stagflation, low growth and low unemployment. At the time of stagflation we studied that it is high unemployment. So let's see here, high inflation, low growth and high unemployment. High unemployment വരുന്ന സമയത്താണ്
stagflation വരുന്നത്. So this is best defined as high stagflation. Stagflation's best definition ഇതിൽ high inflation, low growth and high unemployment. So in 2015 nominal rate of interest in the country was 8% and the inflation rate then was 2.5%. So the rate of interest in 2015 was നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റിൻ്റെ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ്. സോ ദ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മൈനസ് ഇൻഫ്ലേഷൻ. സോ ഹിയർ ദ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് 8% and the inflation is 2.5%. So then the interest in 2015 will be 5.5%. So the nominal rate minus inflation will be the real rate of interest. So who benefits more during the inflationary period? Inflationary period le ആരായിരിക്കും കൂടുതലായിട്ട് ബെനിഫിറ്റ് ആകുന്നത്? സോറി, ഇൻഫ്ലനേഷണറി പീരീഡിൽ ആരായിരിക്കും കൂടുതലായിട്ട് benefit ചെയ്യുന്നത്? Corporate servants, they are not getting benefited. They are getting the same fixed salary. Fixed salary കിട്ടുന്ന ആൾക്കാർക്ക് they are not benefited during the inflation. Creditors, as we studied, creditors is the losers in the time of inflation. They are not the gainers. The debtors is the gainers. So entrepreneurs, how entrepreneurs is getting, because the price level is increased and the demand is also increased, but the supply is at the same level. So in that situation, the entrepreneurs is benefited during the time of inflationary period. At the time of inflationary period, the entrepreneurs is benefited. So inflation is caused by, inflation എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഗവൺമെൻറ് എക്കണോമിയിൽ ഇൻഫ്ലേഷൻ സംഭവിക്കണമെങ്കിൽ ഇൻക്രീസ് ഇൻ ദി സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻക്രീസ് ആയാൽ the demand, when the demand is in the same level, the price level will decrease, and this is not the reason for inflation. Increase in cash with the government, cash government increase ayal inflation sambhavikkumo? Illa. Decrease in the money supply increase ആകുമ്പോഴാണ് ഗവൺമെൻറ്റിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. സോ ഇൻക്രീസ് ഇൻ ദി മണി സപ്ലൈ, മണിയുടെ ഫ്ലോ എക്കണോമിയിൽ ഇൻക്രീസ് അറ്റ് ദ സർട്ടൻ പോയിന്റ്. വെൻ ദ മണി സപ്ലൈ ഈസ് ഇൻക്രീസിങ് അറ്റ് ദി ഹയർ ലെവൽ, ദ ഇൻഫ്ലേഷൻ ഇസ് അക്കേർഡ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ദ റിസൾട്ട് ഓഫ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പുഷിങ് ദി inflation. So hindrance in the economic development increases. Economic development le hindrances increase agumbo cost push inflation sambhavikkum. Adverse effect on the balance on the payment, adilum inflation, cost push inflation, it will happen. Hindrance in the development, when the development no hindrance varumbo allengil when there is a problem for the development, the cost push inflation is the result. Cost push inflation the result ആണ് hindrance in the development. So everything happens, so all of them. So all of the above is the result for cost push inflation. So these are the few MCQs. നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഫ്യൂ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ SSC CGL അതുപോലെ തന്നെ വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമുക്ക് സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഇൻഫ്ലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ MCQs. യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് താങ്ക് യു ഫോർ ദ ക്ലാസ്.